ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ദിസ് ഇസ് മീ വിത്ത് മല്ലു എപ്പിസോഡിന്റെ ഓപ്പണിംഗ് സീനിൽ പിക്കലോ ആണെങ്കിൽ ആ ഒരു മാജിക് ബോ അവൻ പുറത്തേക്ക് പോവാതിരിക്കാനായിട്ട് ഹൈപ്പർബോളിക് ടൈം ചേംബറിന്റെ ഡോർ തന്നെ നശിപ്പിച്ച് കളഞ്ഞിരിക്കുകയാണ്. ഗോട്ടക്സിന് ഒരു എക്സ്ട്രീം പവർ ഉണ്ടെന്നുള്ള കാര്യം അറിയാത്തതുകൊണ്ടാണ് അവൻ അപ്രകാരം ചെയ്തത്. പക്ഷേ അവരെ പറ്റിച്ചുകൊണ്ട് ആ ബോ ആണെങ്കിൽ മുഴുവൻ ശബ്ദത്തിൽ അങ്ങനെ നിലവിളിച്ച് കാറി ഇപ്പോൾ അവിടെ ഒരു ഡോർ ക്രിയേറ്റ് ചെയ്ത് പുറത്തേക്ക് പോവാണ്. അത് കണ്ട് പിക്കലോയും അതുപോലെ തന്നെ ഗോട്ടക്സും ഷോക്കാവും. പുറത്തേക്ക് വന്ന ബോ ആണെങ്കിൽ നമ്മുടെ ആൾക്കാരെ നോക്കി അവന്റെ വയറ് തടവും. നന്നായിട്ട് വിശക്കുന്നുണ്ട്, ഇവർ ഞാൻ ചോക്ലേറ്റ്സ് ആക്കി മാറ്റാൻ പോവുകയാണെന്ന് പറയും. മൊട്ടപ്പനാണെങ്കിൽ ചാടി വന്ന് അവനെ ഡൈവേർട്ട് ചെയ്യാൻ ശ്രമിക്കുമെങ്കിലും ആദ്യം മൊട്ടപ്പനെ ചോക്ലേറ്റ് ആക്കി മാറ്റി. പിന്നെ ഉണ്ടായിരുന്ന നമ്മുടെ ആൾക്കാരെ ഓരോരുത്തരെയായിട്ട് അവൻ അങ്ങനെ ചോക്ലേറ്റ് ആക്കി മാറ്റുകയാണ്. ഇവിടെ ഗോട്ടക്സിനും അതുപോലെ തന്നെ പിക്കലോയ്ക്കും അവർക്കാണെങ്കിൽ എന്ത് ചെയ്യണമെന്ന് അറിയില്ല. ഗോക്കു ആണെങ്കിൽ അവിടെ നടക്കുന്ന കാര്യങ്ങളെല്ലാം ആ അപ്പാപ്പന്റെ കയ്യിലൊരു ഡിവൈസിലൂടെ കണ്ടുകൊണ്ടേയിരിക്കുകയാണ്. ഇവിടെ ഗോട്ടക്സ് ആണെങ്കിൽ പിക്കലോട് പറയും, ഞങ്ങളുടെ അൾട്ടിമേറ്റ് പവർ അത് ഞങ്ങൾ ഉപയോഗിക്കാൻ പോവുകയാണെന്ന് പറഞ്ഞ് ഗോക്കു പോയതുപോലെ സൂപ്പർ സയാൻ തേർഡ് ഫേസിലേക്ക് അവർ ആ ഫ്യൂഷന്റെ സഹായത്താൽ എത്തുകയാണ്. ആ ഒരു പവർ ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഇപ്പോ ഇൻ ചേംബറിൽ വലിയൊരു ദ്വാരം ഉണ്ടാക്കി അവർ രണ്ടുപേരും പുറത്തേക്ക് വരും. പുറത്താണെങ്കിൽ ഇപ്പൊ നമ്മുടെ ആൾക്കാരെ ആരെയും കാണാനില്ല. പിക്കലോ ആണെങ്കിൽ അവനോട് ചോദിക്കും, സത്യം പറയും എന്റെ സുഹൃത്തുക്കൾ എവിടെ, നീ അവരെ എന്ത് ചെയ്തു? അതിനവൻ പറയും, അവരെ എല്ലാവരെയും ഞാൻ ചോക്ലേറ്റ് ആക്കി മാറ്റി വിഴുങ്ങി. ഇത് കേട്ട് കൺട്രോൾ പോയ നമ്മുടെ ഗോട്ടക്സ് അവനങ്ങനെ ചാടി വന്ന് അവനുമായിട്ട് പൊരിഞ്ഞ പോരാട്ടം. ബൂ ആണെങ്കിൽ ഒരു പരിധി വരെ അവരുടെ ഫൈറ്റിനെ റെസിസ്റ്റ് ചെയ്യുന്ന അങ്ങനെ കറക്കി കറക്കി ദൂരേക്ക് വലിച്ചെറിയാണ്. അവരാണെങ്കിൽ ആ ടെമ്പിൾ തകർത്ത് ഇപ്പൊ ഭൂമിയില് ഒരു പോണ്ടിലേക്ക് അങ്ങനെ അടിച്ച് വീഴുകയാണ്. പിക്കലോ ആണെങ്കിൽ ഗോട്ടക്സിനെ ഒച്ചത്തിൽ വിളിക്കും. ഇവിടെ ബൂനാണെങ്കിൽ അവന്റെ കലി അടങ്ങാതെ താഴേക്ക് വന്ന് അവരന്വേഷിക്കുകയാണ്. വെള്ളത്തിൽ വീണുകൊണ്ട് തന്നെ നമ്മുടെ ഗോട്ടക്സിന് കാര്യമായിട്ട് പരിക്കുകളൊന്നും പറ്റിയില്ല. അവനാണെങ്കിൽ നൈസായിട്ട് ഇപ്പോ കൂടെ അങ്ങനെ നീന്തി കരയ്ക്ക് കയറി അങ്ങനെ മുകളിലേക്ക് ചാടി വന്ന് അവന്റെ സൂപ്പർ സയാൻ തേർഡ് ഫേസ് പവർ ഉപയോഗിച്ച് ഇപ്പൊ മാജിക് ബോനെ വെട്ടി 2 പീസാക്കും. അതിനുശേഷം വലിയൊരു പവർ ഉപയോഗിച്ച് അവനെ നമ്മുടെ ചെക്കന്മാര് തകർക്കുകയാണ്. പിക്കലോയ്ക്കാണെങ്കിൽ ഒരുപാട് സന്തോഷം. ഇവിടെ ഗോക്കു ആണെങ്കിൽ അതെല്ലാം കണ്ട് വലിയെന്തോ റോക്കറ്റ് സന്തോഷത്തിൽ തുള്ളിച്ചാടും. വാവ്, കുട്ടികൾ ഗോട്ടക്സും ട്രങ്ക്സും അവർ രണ്ടുപേരും നന്നായിട്ട് പെർഫോം ചെയ്യുന്നുണ്ട്. അവരെ കൊണ്ട് ഇത്രയൊക്കെ ചെയ്യാൻ കഴിയുമെന്ന് ഞാൻ കരുതിയതല്ല. ഏതാനും മണിക്കൂറുകൾ മാത്രമാണ് ഞാൻ അവിടെ ഉണ്ടായിരുന്നത്. കുറച്ച് മണിക്കൂറുകൾ കൊണ്ട് തന്നെ എന്റെ സൂപ്പർ സയാൻ ഫേസ് 3 പവറും അതുപോലെ തന്നെ ഫ്യൂഷൻ പവറും എല്ലാം കൃത്യമായിട്ട് പഠിച്ചെടുത്ത് ഇപ്പൊ കറക്റ്റായിട്ട് അവനുമായിട്ട് ഫൈറ്റ് ചെയ്യുകയാണ്. ഗോഹാൻ ആണെങ്കിൽ ഗോകുവിന്റെ വാക്കുകൾ കേട്ട് അവിടെ എന്താ സംഭവിക്കണേന്ന് ചോദിക്കും. അതിന് ഗോകു പറയും, നിന്റെ ബ്രദറും ട്രങ്ക്സും അവർ രണ്ടുപേരും കലക്കുകയാണ്. അവരുടെ പവറിൽ ആ ഒരു ബൂ അവൻ ഏകദേശം തകർന്നിരിക്കുകയാണെന്ന് പറയും. ഗോഹാൻ ആണെങ്കിൽ അത് കേൾക്കുമ്പോൾ അല്പ സന്തോഷം തോന്നും. ഉടനെ ആ എൽഡർ ആണെങ്കിൽ ഗോഹാനോട് ദേഷ്യപ്പെടും, നീ ഒരു അല്പസമയം ഇവിടെ ശ്രദ്ധിക്കേ, നീ ശ്രദ്ധിക്കാതിരുന്ന പ്രോസസ്സ് അത് കംപ്ലീറ്റ് ആവാൻ വീണ്ടും ഒരുപാട് സമയം എടുക്കുമെന്ന് പറയും. ഗോഹാൻ ആണെങ്കിൽ മടുപ്പ് തോന്നും. ഇവിടെ അപ്പാപ്പനാണെങ്കിൽ ആ പ്രോസസ് ചെയ്തുകൊണ്ട് ഒരുപാട് സ്റ്റോറീസ് ഒക്കെ വായിച്ച് പൊട്ടിച്ചിരിക്കുകയാണ്. ഗോകു ആണെങ്കിൽ അവരുടെ പോരാട്ടം കണ്ട് ഇപ്പൊ സുപ്രീം കായോട് ചോദിക്കും, ഇങ്ങനെ ഫൈറ്റ് ചെയ്യുകയാണെങ്കിൽ ബൂനെ തോൽപ്പിക്കാൻ എന്റെ കുട്ടികളെ കൊണ്ട് കഴിയില്ലേ? അതിന് സുപ്രീം കായ് പറയും, ഒരു കാരണവശാലും നീ ആ മാജിക് ബൂനെ വച്ച് കാണരുത്, അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യരുത്. അവന്റെ പവർ നമ്മൾ കരുതുന്നതിൽ കഴിഞ്ഞും ഒരുപാട് കൂടുതലാണ്. ഗോകു ആണെങ്കിൽ ഇപ്പൊ ഗോട്ടക്സിനോട് വിളിച്ചു പറയും, ഒരു കാരണവശാലും വിട്ടുകൊടുക്കരുത്, അല്പസമയം കൂടെ നിങ്ങൾ പിടിച്ചു നിൽക്ക്. പക്ഷെ അടുത്ത നിമിഷം തന്നെ ആ ഒരു ബൂ അവനാണെങ്കിൽ അവന്റെ ഗോട്ടക്സിന്റെ അടുത്തേക്ക് വന്ന് അവന്റെ വയർ ഉപയോഗിച്ച് നമ്മുടെ ചെക്കന്മാരെ അങ്ങനെ റൗണ്ട് ചെയ്ത് പിടിക്കുകയാണ്. അവരാണെങ്കിൽ നിലവിളിക്കും, മര്യാദയ്ക്ക് ഞങ്ങളെ വിട്. ആണെങ്കിൽ ഗോട്ടക്സിനെ അങ്ങനെ തൂക്കിയെടുത്ത് അടുത്തുണ്ടായിരുന്ന പാറയിലേക്ക് ആഞ്ഞടിക്കുകയാണ്. അതിലല്പം വേദന എടുത്ത ഗോട്ടക്സ് ആണെങ്കിൽ ടെററായിട്ട് അവനെ തിരിഞ്ഞു നോക്കും. എനിക്ക് അതിലല്പം വേദന എടുത്തു, സോറപ്പായാലും നിന്നെ വെറുതെ വിടില്ല എന്ന് പറഞ്ഞ് വീണ്ടും ഒരുപാട് ഗോസ്റ്റുകളെ ക്രിയേറ്റ് ചെയ്യുകയാണ്. കമോൺ കുട്ടികളെ, നിങ്ങളുടെ പവർ എന്താണെന്ന് കാണിച്ചു കൊടുക്കാൻ ഗോട്ടക്സ് പറയും. ആ എല്ലാ ഗോസ്റ്റുകളും ചേർന്ന് വീണ്ടും ഒരു പൊട്ടിത്തെറി ഉണ്ടാക്കി അവനെ തകർക്കുകയാണ്. പറ്റിയ അവസരമാണെന്ന് പറഞ്ഞ് ഗോട്ടക്സ് ആണെങ്കിൽ അതിനെ ചവിട്ടി താഴേക്കിടും. പക്ഷെ ഞൊടിയടയിൽ അത് വീണ്ടും റീജനറേറ്റ് ആയിട്ട് വരും. മാജിക് ബൂ ആണെങ്കിൽ വീണ്ടും അവനെ ഹിറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കും. പക്ഷെ അവൻ സൈഡിൽ ശബ്ദം ഉണ്ടാക്കി അങ്ങനെ വെട്ടിത്തിരിഞ്ഞ് അവനെ നോക്കി കൊഞ്ഞനം കുത്തും. അതിനുശേഷം വളരെ സ്പീഡിൽ അങ്ങനെ മുൻപോട്ടേക്ക് കുത്തിക്കുകയാണ്. മാജിക് ബൂവും വിട്ടുകൊടുക്കാതെ ഗോട്ടക്സിന്റെ പിന്നാലെ പോവും. ഓ, അവൻ നമ്മളെ ഫോളോ ചെയ്യുന്നുണ്ട്, ഉറപ്പായാലും എന്റെ ഈ പവർ ലെവലിന് മുൻപിൽ അവന് പിടിച്ചു നിൽക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞ് ഗോട്ടക്സ് ആണെങ്കിൽ തിരിഞ്ഞു നോക്കും. അവനെ കാണാനില്ല. അവൻ അവിടെ പോയി. അവൻ ഒറ്റയടിക്ക് വാനിഷ് ആയി ചിന്തിക്കുമ്പോഴായിരിക്കും അവരുടെ തൊട്ടു പുറകിലായിട്ട് അവൻ അങ്ങനെ ഹായ് ആയിട്ട് നിൽക്കുക. അവനാണെങ്കിൽ ഈ ഗോട്ടക്സിന്റെ മുടി പിടിച്ച് വലിച്ച് വലിയൊരു പവർ ഉപയോഗിച്ച് അവരെങ്ങനെ പൊട്ടിത്തെറിപ്പിക്കുകയാണ്. അവരങ്ങനെ ദൂരേക്ക് തെറിച്ചു പോയി ആ ഒരു ടെമ്പിളിന്റെ പാതി ഭാഗം തകർത്ത് കളയും.
പിക്കലോയ്ക്കാണെങ്കിൽ സഹിക്കാനായിട്ട് കഴിയില്ല. എന്റെ ടെമ്പിൾ അത് മുഴുവനായിട്ട് ആ മോൺസ്റ്റർ തകർത്തു എന്ന് പറഞ്ഞ് അവൻ അലറും. പക്ഷെ ഇവിടെ ഗോട്ടക്സിന് മാത്രം ഒരു പോറൽ പോലും ഏൽക്കില്ല. അവനാണെങ്കിൽ പിക്കലോയുടെ അടുത്തേക്ക് വരും. അവൻ വീണ്ടും ഇടിമേടിക്കാനായിട്ട് വന്നു എന്ന് പറയും. അടുത്ത നിമിഷം ബൂ ആണെങ്കിൽ അവിടേക്ക് വരികയാണ്. ഇവിടെ പിക്കലോ ആണെങ്കിൽ എന്റെ ലുക്ക് ഔട്ട് ടെമ്പിൾ അത് നശിച്ച വിഷമത്തിൽ ഒരുപാട് വിഷമിച്ച് നിൽക്കുമ്പോഴായിരിക്കും ബൂ ആണെങ്കിൽ അടുത്ത അറ്റാക്കിന് തയ്യാറാവുക. ബൂ ബോൾ പോലായി മാറി അവർക്ക് നേരെ പാഞ്ഞടുക്കും. നമ്മുടെ ചെക്കന്മാരാണെങ്കിൽ ജസ്റ്റ് മിസ്സിന് തെന്നി മാറും. വീണ്ടും ആ ലുക്ക് ഔട്ടിൽ വലിയൊരു ദ്വാരം ക്രിയേറ്റ് ചെയ്ത് അത് താഴേക്ക് പോകും. ആണെങ്കിൽ ലുക്കൌട്ട് ടെമ്പിളിന്റെ ഓരോ ഭാഗങ്ങളായിട്ട് അങ്ങനെ ഇടിച്ചിടിച്ച് തകർക്കുകയാണ്. ഇവിടെ ഗോഗോൺ ടീം ആണെങ്കിൽ അത് കണ്ട് ഷോക്കാവും. ഓ നോ, അബു അവൻ കരുതിയതിന് കഴിഞ്ഞ് ഒരുപാട് ദുഷ്ടനാണ്. അവൻ ആ ലുക്കൌട്ട് ടെമ്പിൾ മുഴുവനായിട്ടും കറുത്തു കളഞ്ഞ് ഇങ്ങനെ പോയ ഭൂമിയും അവൻ ഇതുപോലെ തന്നെ ഇല്ലാതാക്കും. എത്രയും വേഗം എന്തെങ്കിലും ചെയ്തേ പറ്റൂ. ഗൊഹാന ട്രെയിനിങ് അതൊന്ന് കഴിയുകയായിരുന്നെങ്കിൽ കോട്ടക്സിന്റെ സഹായത്തിന് അവനെ അയക്കാമായിരുന്നു പറയും. ഇവിടെ മുഴുവനായിട്ടും ആ ടെമ്പിൾ നശിപ്പിക്കുന്ന കണ്ട പിക്കലോ ആണെങ്കിൽ ഇപ്പൊ ഗോട്ടക്സിനോട് പറയും, നീ ഇത് കാണുന്നില്ലേ, എന്തെങ്കിലും പെട്ടെന്ന് ചെയ്യ്. അത് കേട്ട് ഗോട്ടക്സ് ആണെങ്കിൽ ടെൻഷൻ ആവേണ്ട കാര്യമില്ല, കയ്യിൽ ഇനിയും ടെക്നിക്ക് ഉണ്ടെന്ന് പറഞ്ഞ് ഒരു പ്രത്യേകതരം പവർ ഉപയോഗിച്ച് ഇപ്പൊ ബൂവിനെ ഒരു ഗോളത്തിന്റെ ഉള്ളിലാക്കുകയാണ്. അതിനുശേഷം ആ ഗോൾ അവൻ ക്യാച്ച് ചെയ്യും. വാവ്, ഞാൻ അതിനെ കറക്റ്റ് ആയിട്ട് ഇതിൽ ലോക്ക് ചെയ്യുമെന്ന് പറയും. പിക്കലോയ്ക്കാണെങ്കിൽ ഭയങ്കര സന്തോഷം. എങ്ങനെ ആ ഗോളത്തിൽ നിന്ന് പുറത്തേക്ക് വന്നോ അതുപോലെ തന്നെ നീ ഇപ്പോ അവനൊരു ഗോളത്തിന്റെ അകത്ത് ആക്കിയിരിക്കുകയാണ്, എനിക്ക് ഒരുപാട് സന്തോഷം തോന്നുന്നു. അതിന് ഗോട്ടക്സ് പറയും, അത്ര സന്തോഷിക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഇതൊരു ടെമ്പററി ഗോളമാണ്. ഒരു സമയമൊന്നും ബൂ ഇതിന്റെ ഉള്ളിൽ അടങ്ങിയിരിക്കില്ല, അവൻ എത്രയും വേഗം പുറത്തു വരും. അതിന്റെ ഉള്ളിൽ നമ്മൾ ഇവന്റെ കഥ കഴിക്കണം. അതിനും എന്റെ കയ്യിലൊരു ഐഡിയ ഉണ്ട്. ഞാൻ പറയുന്ന പോലെ ബൂ ബൂ എന്ന് പറഞ്ഞ് ഇത് ക്യാച്ച് ചെയ്യാനായിട്ട് പിക്കലോയോട് അവൻ പറയും. പക്ഷെ പിക്കലോയ്ക്കാണെങ്കിൽ അത് ഒട്ടും ഇഷ്ടപ്പെടില്ല. കോട്ടക്സ് ആണെങ്കിൽ പിക്കലെ നിർബന്ധിക്കും. നമുക്ക് അവനെ നശിപ്പിക്കണമെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ചെയ്തേ പറ്റൂന്ന് പറയും. സോ വേറെ വഴിയില്ലാതെ കോട്ടക്സ് അത് ഇട്ട് കൊടുക്കുമ്പോൾ ബൂ ബൂ എന്ന് പറഞ്ഞ് അവരിന്ന് മുകളിലേക്ക് തട്ടും. ഗോട്ടക്സ് ആണെങ്കിൽ ബൂയെ റൗണ്ട് ചെയ്തിരിക്കുന്ന ആ ഒരു ഗോളത്തിൽ ആഞ്ഞടിച്ച് അത് താഴേക്ക് ഇടുകയാണ്. ഇവിടെ ഗോട്ടക്സിന് പിക്കലോയ്ക്കാണെങ്കിൽ ദേഷ്യം കൂടി വരും. ആരൊക്കെയോ പറയാന്ന് കേട്ട് ഞാൻ എന്തൊക്കെയോ ഭ്രാന്ത് ചെയ്യുകയാണ്, എനിക്ക് എന്നോടുള്ള സെൽഫ് റെസ്പെക്ട് പോലും ഇപ്പൊ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഗോട്ടക്സ് ആണെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ താഴേക്ക് വരും. അപ്പോ ആ ഒരു ബൂ വന്നു വീണ ഭാഗം വലിയൊരു ഉൽക്ക വീണതുപോലെ തകർന്നു കിടക്കുകയാണ്. വാവ്, ഇതെനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു എന്ന് പറയും. പിക്കലോ ആണെങ്കിൽ അവിടേക്ക് വരും. അത് കാണേണ്ട താമസം ഗോട്ടക്സ് ആണെങ്കിൽ പിക്കലോട് വീണ്ടും ബൂ ബൂ എന്ന് പറയാനായിട്ട് പറയും. അതിന് പിക്കലോ ആണെങ്കിൽ ദേഷ്യപ്പെടും. സത്യം പറയും, ആ ബൂ അവൻ എവിടെ? അവനെ നിങ്ങൾ കൊന്നോ? അതിന് അവര് പറയും, ഇല്ല, അവൻ ഈ വലിയ കുഴിയുടെ അടിയിലുണ്ട്. ഇവിടെ ഗോകുനാണെങ്കിൽ അത് കണ്ട് ഭയങ്കര സന്തോഷം. എന്റെ കുട്ടികള് കലക്കുകയാണ്, അവനെ ഇടിച്ച് തകർത്ത് കളഞ്ഞു, ഉറപ്പായാലും അവര് തന്നെ അവനെ കൊല്ലുമെന്ന് പറയും. അതിന് സുപ്രീം കായി ആണെങ്കിൽ അവന് മുന്നറിയിപ്പ് കൊടുക്കും, നീ കരുതും പോലെയല്ല, മാജിക് ബൂ ഭയങ്കര പവർഫുൾ ആണ്, അവൻ എപ്പോ വേണമെങ്കിലും തിരികെ വന്ന് അവരെ ആക്രമിക്കാം, അവൻ അത്ര വേഗമൊന്നും ചത്തു പോവില്ല. ഇവിടെ നമ്മുടെ ചെക്കന്മാര് ഇപ്പൊ ബോവിനോട് ഇതിലേക്ക് വരാനായിട്ട് ആവശ്യപ്പെടുകയാണ്. ഒരുപാട് നേരം നീ അങ്ങനെ അതിനുള്ളിലിരുന്ന എനിക്ക് ഫൈറ്റ് ചെയ്യാനായിട്ട് കഴിയില്ല. ഫ്യൂഷൻ പവറിൽ ഞങ്ങൾ രണ്ടുപേരെ കൊണ്ടും കുറച്ചു നേരം കൂടെ മാത്രമേ ഇരിക്കാൻ കഴിയൂ. പിന്നീട് ഫ്യൂഷൻ പവറിലേക്ക് വീണ്ടും പോകണമെങ്കിൽ 1 മണിക്കൂർ കൂടെ ഞങ്ങൾ കാത്തിരിക്കേണ്ടതായിട്ട് വരും. സോ എത്രയും വേഗം നീ പുറത്തേക്ക് വായു, തല്ലിക്കൊല്ലാനായിട്ട് ഞങ്ങൾ കാത്തിരിക്കുകയാണെന്ന് പറയും. അവരത് പറയേണ്ട താമസം അവനാണെങ്കിൽ ഇപ്പൊ ആ കുഴിയിൽ നിന്ന് പതിയെ പുറത്തേക്ക് വരാനായിട്ട് ഒരുങ്ങും. ബൂ ആണെങ്കിൽ പുറത്തേക്ക് വരാനായിട്ട് ബുദ്ധിമുട്ടുന്നത് കണ്ട ഗോട്ടക്സിനാണെങ്കിൽ ഭയങ്കര സന്തോഷം. എന്തുപറ്റി, എന്റെ അടിയിൽ അവന്റെ കാറ്റ് പോയോ? ഇതൊക്കെ ഇത്ര സിമ്പിൾ ആയിട്ട് കഴിയുമെന്ന് ഞാൻ കരുതിയതല്ല എന്ന് പറയും. അവനത് പറയേണ്ട താമസം വലിയൊരു പൊട്ടിത്തെറിയോട് കൂടെ ബൂ അങ്ങനെ പുറത്തേക്ക് വരികയാണ്. ആ പൊട്ടിത്തെറിയുടെ എഫക്റ്റില് അവര് ദൂരേക്ക് പോകും. പിക്കലോ ആണെങ്കിൽ ഇപ്പോ കോട്ടക്സിനോട് പറയും, ആ ഒരു പൊട്ടിത്തെറി അത് ഭൂമിയിൽ വെച്ച് നടന്നിരുന്നെങ്കിൽ ഭൂമി മുഴുവനായിട്ടും നാമാവശേഷമായി പോയേനെ, ഒരു പീസ് പോലും പിന്നീട് ബാക്കി ഉണ്ടാവില്ല. അതിന് ഗോട്ടക്സ് പറയും, എന്റെ ദേഷ്യം ഇപ്പൊ 10 മടങ്ങായിരിക്കുകയാണ്, ആ ബൂവിനെ ഞാൻ വെറുതെ വിടില്ല എന്ന് പറഞ്ഞ് എന്റെ എക്സ്ട്രീം പവറിൽ അങ്ങനെ അറഞ്ചം പുറഞ്ചം ആ ബൂവിനെ തകർക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടേയിരിക്കുകയാണ്. പിക്കലോ ആണെങ്കിൽ ഇപ്പോ ഗോട്ടക്സിനോട് പറയും, പ്ലീസ് നീ അങ്ങനെ ചെയ്യാൻ പാടില്ല, ഇത്രയും പവർ ഭൂമിക്ക് നേരെ ഉപയോഗിച്ചാൽ ഭൂമി തന്നെ തകർന്നു പോകും. അതിന് ഗോട്ടക്സ് പറയും, ഓൾറെഡി ഇവിടെ ജനങ്ങൾ ആരും തന്നെ ഇല്ല എന്നുള്ള കാര്യം നിങ്ങൾക്കറിയില്ലേ, സോ ഇവനെ കൊല്ലുക എന്നതാണ് എന്റെ ലക്ഷ്യം എന്ന് പറയും. അതിന് പിക്കലോ ആണെങ്കിൽ തലയ്ക്ക് കൈ കൊടുക്കും, നീ ഇത്ര മണ്ടനാണോ? സിംബോൾസ് ഉള്ളത് ഈ ഭൂമിയിലാണ്, അതിനൊന്നിനെങ്കിലും എന്തെങ്കിലും ഒരു കേട് സംഭവിച്ചാൽ പിന്നെ നമ്മുടെ പ്ലാനുകളെല്ലാം തന്നെ തകർന്നു പോകും. അത് കേട്ട് ഗോട്ടക്സ് ആണെങ്കിൽ അവന്റെ അറ്റാക്ക് അവസാനിപ്പിക്കുകയാണ്. എന്തായാലും കുഴപ്പമില്ല, എന്റെ അറ്റാക്കില് ബൂവിന് ഒരുപാട് പരിക്കുകൾ പറ്റിയിട്ടുണ്ടാവുമെന്ന് ഗോട്ടക്സ് കോൺഫിഡൻസ് ആയിട്ട് പറയും. പക്ഷെ അടുത്ത നിമിഷം അവരെ ഞെട്ടിച്ചുകൊണ്ട് ആ ബൂ പുറത്തേക്ക് വരും. മാജിക് ബൂ ആണെങ്കിൽ വീണ്ടും വരുന്നത് കണ്ട് ഗോട്ടക്സിന് ദേഷ്യം ഇരട്ടിയാവും. ഓ, ഇത്രയും വലിയ അറ്റാക്ക് ചെയ്തിട്ടും അവനൊന്നും സംഭവിച്ചില്ലേ? അതിന് പിക്കലോ പറയും, അവന്റെ ശരീരത്തിന് ഇപ്പൊ പരിക്കുകൾ പറ്റിയിട്ടുണ്ട്, അവന്റെ മനസ്സുകൊണ്ട് വളരെയധികം സ്ട്രോങ് ആണ്, മാത്രമല്ല അവന്റെ അത്രയും പവറുള്ള ഒരാളുമായിട്ടാണ് അവൻ പോരാടുന്നതെന്നുള്ള കാര്യം അത് അവന് ബോധ്യപ്പെട്ടു. അതുകൊണ്ട് തന്നെ അവനിപ്പോ ഒരുപാട് ദേഷ്യത്തിലാണ്. നീ വളരെയധികം കെയർഫുൾ ആയിരിക്കണം ഇങ്ങനെയുള്ള സമയത്ത്. അതിന് ഗോട്ടക്സ് ആണെങ്കിൽ വമ്പൻ ആറ്റിറ്റ്യൂഡിൽ പിക്കലോട് പറയും, അവൻ എന്തൊക്കെ ചെയ്തിട്ടും യാതൊരു കാര്യമില്ല, എന്നെ തോൽപ്പിക്കാനാവില്ല, ഞാനിപ്പോ ഈ ലോകത്തിലെ തന്നെ പവർഫുൾ ആയിട്ടുള്ള ആളാണ്,
ആണെങ്കിൽ ദേഷ്യപ്പെടും. ഒരു കാരണവശാലും നീ അഹങ്കരിക്കാനായിട്ട് പാടില്ല, അഹങ്കാരം അത് ആപത്തിലെത്തിക്കുന്നു പറയുന്ന അതേ നിമിഷം ബോ ആണെങ്കിൽ ഇപ്പോ ഗോട്ടക്സിനെ ഇട്ടിച്ച് തെറിപ്പിക്കുകയാണ്. ഇടി കിട്ടി അവൻ താഴേക്ക് വീണ് ഭൂമിയുടെ ഒരു ഭാഗം തന്നെ തകരും. ഇടിയിൽ പരിക്കുകൾ പറ്റിയ ഗോട്ടക്സ് ആണെങ്കിൽ മുകളിലേക്ക് വരും. അത് ശരിക്കും ഒരു വലിയ അറ്റാക്ക് തന്നെ ആയിപ്പോയി. എനിക്ക് നന്നായിട്ട് വേദന എടുത്തു. ഇനി കുറച്ചുകൂടെ ശ്രദ്ധയോടുകൂടെ ഞാൻ പോരാടണമെന്ന് പറഞ്ഞ് അവരാണെങ്കിൽ ഫൈറ്റ് ആരംഭിക്കും. ഇവിടെ ഗോകുവിനും കുറിയും കായ്ക്കും ഒക്കെ അവരുടെ ഫൈറ്റ് ഒരുപാട് ഇഷ്ടാവും. വാവ്, അവർ നന്നായിട്ട് തന്നെ ഫൈറ്റ് ചെയ്യുന്നുണ്ട്. കുട്ടികളെ കൊണ്ട് ഇത്രയൊക്കെ ചെയ്യാൻ കഴിയുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും കരുതിയതല്ല. ഉറപ്പായാലും ആ മാജിക് ബോനെ ഗോട്ടക്സ് തോൽപ്പിക്കും. എനിക്കൊരു തെറ്റ് പറ്റിപ്പോയി, ഇനി ആ തെറ്റിലേക്ക് പോകാൻ ഞാൻ തയ്യാറില്ല, ഇത് ഇവിടെ വെച്ച് ഞാൻ അവസാനിപ്പിക്കുമെന്ന് പറഞ്ഞ് ഗോട്ടക്സ് ആണെങ്കിൽ അവനെ അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കും. പക്ഷെ അവനാണെങ്കിൽ ഗോട്ടക്സിനെ മട്ടക്കിൽ ലോക്ക് ചെയ്യും. ഗോട്ടക്സ് ആണെങ്കിൽ വിട്ടുകൊടുക്കാതെ അവന്റെ കൈ കടിച്ചു പറിച്ച് അവന്റെ വയറ്റിൽ പഞ്ച് ചെയ്യാനായിട്ട് ശ്രമിക്കും. പക്ഷെ അവൻ വയറ്റിലൊരു ദ്വാരം ഉണ്ടാക്കി അവരെ ഒരു ബിൽഡിങ്ങിലേക്ക് തെറിപ്പിച്ച് ആ ബിൽഡിങ്ങോട് കൂടെ അവരെ ചവിട്ടി താഴെയിടും. ഒരിക്കലാണെങ്കിൽ വിളിച്ചു പറയും, ഇത് വലിയൊരു പോരാട്ടം തന്നെയാണ്, നിങ്ങളുടെ കോൺസെൻട്രേഷൻ അത് വിട്ടുപോകാനായിട്ട് പാടില്ല. അത് കേട്ട് ഇപ്പൊ ഗോട്ടക്സ് ആണെങ്കിൽ കൂടുതൽ ഫോക്കസ്ഡ് ആയിട്ട് ഫൈറ്റ് ചെയ്യും. മാജിക് ബൂ ആണെങ്കിൽ വലിയൊരു പവർ അവർക്ക് നേരെ തുപ്പും. പക്ഷെ അതിൽ നിന്ന് രക്ഷപ്പെട്ട ഗോട്ടക്സ് ആണെങ്കിൽ അതിലും വലിയൊരു പവർ ഉപയോഗിച്ച് അവനെ തകർക്കും. അതിനുശേഷം പൂർണ്ണമായിട്ട് ഇല്ലാതാക്കാനായിട്ട് പാഞ്ഞടുക്കുകയാണ്. ഇവിടെ ഗോക്കു ആണെങ്കിൽ ഹാപ്പി ആയിട്ട് പറയും, ഇങ്ങനെ പോവുകയാണെങ്കിൽ ഗോഹാന്റെ സഹായം അവർക്ക് ആവശ്യമായിട്ടുണ്ടാവില്ല. ഇവിടെ ഗോട്ടക്സ് അവരുടെ അൾട്ടിമേറ്റ് പവർ എടുത്ത് അവനെ അറ്റാക്ക് ചെയ്യാൻ നിൽക്കുന്ന അതേ സമയം അവർ ബാക്ക് ടു നോർമൽ ആവുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു.